ട്രിച്ചിയിലെ ഏറ്റവും പുരാതനവും ലോകപ്രശസ്തവുമായ കല്ലണൈ ഡാം കണ്ടതിനു ശേഷം ഇപ്പോൾ നാം പൂണ്ടി മാതാ ബസലിക്ക കാണുവാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളിലൂടെ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളിലൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ തമിഴ്നാടിനെ പറ്റിയും അവിടുത്തെ ജീവിതത്തെപ്പറ്റിയുമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. 10ാമത്തെ വലിയ ഇന്ത്യൻ സംസ്ഥാനവും ജനസംഖ്യയിൽ 6ാമത്തെ വലിയ സംസ്ഥാനവുമാണ് തമിഴ്നാട്. തമിഴ് സംസാര ഭാഷയായിരിക്കുന്നത് കൊണ്ടാണ് നാം ആ നാടിനെ തമിഴ്നാട് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ മതമാണ് തമിഴ്നാട് സംസ്ഥാനത്തിലെ ക്രിസ്തുമതം. പാരമ്പര്യമനുസരിച്ച് 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ സെന്റ് തോമസ് AD 52 മലബാർ തീരത്ത് ഇന്നത്തെ കേരളത്തിൽ വന്നിറങ്ങി. കൊളോണിയൽ കാലഘട്ടത്തിൽ ധാരാളം പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഇറ്റാലിയൻ ക്രിസ്ത്യാനികൾ തമിഴ്നാട്ടിലെത്തി. കോളനിവൽക്കരിക്കുന്നവരെ ശുശ്രൂഷിക്കാൻ മാത്രമല്ല, തമിഴ്നാട്ടിലെ അക്രൈസ്തവർക്കിടയിൽ ക്രിസ്ത്യൻ വിശ്വാസം പ്രചരിപ്പിക്കാനും പുരോഹിതന്മാർ അവരെ അനുഗമിച്ചു. നിലവിൽ മൊത്തം ജനസംഖ്യയുടെ 6% അടങ്ങുന്ന ഒരു ന്യൂനപക്ഷ സമുദായമാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിലായ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി എന്നിവിടങ്ങളിലാണ്. ലത്തീൻ സഭ, സീറോ മലബാർ സഭ, സീറോ മലങ്കര കത്തോലിക്ക സഭ എന്നിവയുൾപ്പെടെ ദക്ഷിണേന്ത്യയിലെ സഭ, പെന്തക്കോസ്തുകൾ, സാൽവേഷൻ ആർമി ചർച്ച്, യാക്കോബായ സുറിയാനി ക്രിസ്ത്യൻ സഭ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, ഇവാഞ്ചലിക്കൽ ചർച്ച് എന്നിവയാണ് പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ. ഇന്ത്യയിലെ അപ്പസ്തോലിക്കുകളും മറ്റ് ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളും തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഉൾപ്പെട്ടവരാണ്. കത്തോലിക്ക സഭയുടെ ലത്തീൻ രൂപതയ്ക്ക് മദ്രാസ്, മൈലാപ്പൂർ അതിരൂപത, മധുരൈ അതിരൂപത എന്നിവ ഉൾപ്പെടെ 15 രൂപതകളുണ്ട്. കൂടാതെ സംസ്ഥാനത്തുടനീളം ഒരു ഏകീകൃത സാന്നിധ്യവുമുണ്ട്. അംഗങ്ങളുടെ എണ്ണത്തിൽ 2ാമത്തെ വലിയ പള്ളിയാണ് തമിഴ്നാട്ടിൽ 8 രൂപതകളുള്ള ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. കോയമ്പത്തൂർ രൂപത, കന്യാകുമാരി രൂപത, മദ്രാസ് രൂപത, മധുരൈ രാംനാട് രൂപത, തൂത്തുക്കുടി നസ്രത്ത് രൂപത, തിരുനെൽവേലി രൂപത, ട്രിച്ചി തഞ്ചാവൂർ രൂപത, വെല്ലൂർ രൂപത എന്നിവയാണ് അവ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പരമോന്നത ഭരണസമിതിയായ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സിനഡ് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും ഒന്നുകിൽ ലാറ്റിൻ കത്തോലിക്കർ അല്ലെങ്കിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിലെ അംഗങ്ങളാണ്. പെന്തക്കോസ്ത് മിഷൻ്റെ ആസ്ഥാനവും ചെന്നൈയിലാണ്. 1996 സീറോ മലബാർ കത്തോലിക്ക സഭ കന്യാകുമാരി ജില്ലയിൽ, അതുവരെ കേരളത്തിലെ ചങ്ങനാശ്ശേരി സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയുടെ കീഴിലായിരുന്നു അത് തമിഴ്നാട്ടിലെ ആദ്യത്തെ തക്കല രൂപതയായി രൂപീകരിക്കപ്പെട്ടു. അതേ വർഷം തന്നെ സീറോ മലബാർ കത്തോലിക്ക സഭ കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡൻ രൂപത പുതുതായി സ്ഥാപിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ 1979 അതിൻ്റെ ആദ്യ രൂപതയായി ചെന്നൈ രൂപത സ്ഥാപിച്ചു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ സെന്റ് തോമസ് രക്തസാക്ഷിത്വം വരിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ചെന്നൈയിലെ സെന്റ് തോമസ് മൗണ്ട് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി. ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. സെന്റ് തോമസിൻ്റെ ശവകുടീരത്തിന് മുകളിലായി നിർമ്മിച്ചതായി കരുതപ്പെടുന്ന സാന്തോം ബസലിക്കയും വേളാങ്കണ്ണി ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്തും ഇന്ത്യയിലെ റോമൻ കത്തോലിക്കർ ബഹുമാനിക്കുന്ന പള്ളികൾ തമിഴ്നാട്ടിലെ ഗംഭീരമായ പള്ളി വാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണങ്ങളാണ്. അങ്ങനെ നാം തമിഴ്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ സാമീപ്യവും അവരുടെ ചരിത്രവും ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ് പൂണ്ടിമാതാ ബസലിക്കയുടെ പ്രധാന കവാടത്തിന് അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കവാടത്തിനടുത്തെത്തിയ കാറ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്
തടയുകയും കാര്യം ആരാഞ്ഞപ്പോൾ 20 രൂപ പാർക്കിംഗ് ഫീസ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ക്രിസ്തീയ ബസിലിക്കയുടെ പാർക്കിംഗ് ഫീസ് 20 രൂപ നൽകുന്നത് ഒരു ആദ്യ അനുഭവമായിരുന്നു. എങ്കിലും സെക്യൂരിറ്റി ഗാർഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് 20 രൂപ കൊടുത്ത് ഞങ്ങൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് പൂണ്ടിമാത ബസിലിക്ക എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് ലൂർദ് ബസിലിക്ക. തഞ്ചാവൂർ ജില്ലയിലെ തിരുവയ്യൂർ താലൂക്കിൽ തിരിക്കാട്ടുപള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമായ അലമേലുപുരം പൂണ്ടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1999 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഈ ദേവാലയം മൈനർ ബസിലിക്കയായി പ്രതിഷ്ഠിക്കുന്നത്. സൈമൺ കർദിനാൾ ലൂർദ് സ്വാമി പൂണ്ടി മാതാവിൻ്റെ ദേവാലയത്തെ നമ്മുടെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ മാതാവിൻ്റെ സ്ഥിരം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 3/8/1999 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തെ മൈനർ ബസിലിക്കയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗോത്തിക് ഫ്രഞ്ച് വാസ്തുവിദ്യകളുടെ ശൈലികളുടെ മിശ്രിതമാണ് ആരാധനാലയത്തിൻ്റെ ഇപ്പോഴത്തെ ഘടന. പോർട്ടിക്കോയ്ക്ക് മുകളിലുള്ള മുൻഭാഗത്ത് 12 അപ്പോസ്തലന്മാരുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബഷി എന്നിവരുടെയും പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ ക്രൂശിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന യഥാർത്ഥ കുരിശിൻ്റെ ഒരു അവശിഷ്ടവും ഈ പള്ളിയിലുണ്ട്. ഞങ്ങൾ ബസിലിക്കയിലെത്തി കാറ് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതിന് ശേഷം പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് വേളാങ്കണ്ണി പള്ളിയുടെ ഒരു പ്രതിരൂപമാണ്. നാം വേളാങ്കണ്ണിയിൽ ചെന്നാൽ അവിടുത്തെ ദേവാലയങ്ങൾ ഏത് വിധേയനാണോ ആ വിധേയന തന്നെയാണ് ഈ പൂണ്ടിമാത ബസിലിക്കയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നാം പൂണ്ടിമാത ചർച്ചിലാണോ അതെയോ വേളാങ്കണ്ണിയിലാണോ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ദേവാലയത്തിൻ്റെ പുറമേ നിന്നുള്ള ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദേവാലയത്തിന് ചുറ്റും നടന്ന് ദേവാലയത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും ദേവാലയത്തിനുള്ളിലേക്ക് കയറി. ദേവാലയത്തിനുള്ളിലേക്ക് കയറുമ്പോൾ കുറേ അധികം ആൾക്കാർ അവിടെ മുട്ടിന്മേൽ നിന്നും അല്ലാതെയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ഞങ്ങളും അവിടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അൾത്താരയിൽ തിരികൾ തെളിയുകയുണ്ടായി. അപ്പോൾ മിക്കവാറും കുർബാന തുടങ്ങാനുള്ള സമയമായി എന്ന് ഒരു സംശയം ഞങ്ങൾക്കുണ്ടായി. തുടർന്ന് മണിമുഴക്കത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മിക്കവാറും കുർബാന ഉണ്ടാകും എന്ന് കരുതി പൂണ്ടിമാത ചർച്ചിലെ കുർബാനയുടെ സമയം ഏതാണ് എന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ 11:15 തമിഴിൽ കുർബാന ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 11:10 ആയപ്പോഴേക്കും കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കുർബാന തമിഴിലായിരുന്നതുകൊണ്ട് പാട്ടും മറ്റ് പ്രാർത്ഥനകളും ഒക്കെ തമിഴിൽ തന്നെയായിരുന്നു. ലത്തീൻ റീത്തിലുള്ള കുർബാന ആണെന്ന് കുർബാനക്രമം കണ്ടപ്പോൾ മനസ്സിലായി. തമിഴിലുള്ള കുർബാന ആയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനകളൊന്നും ചൊല്ലി കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുർബാന നിറഞ്ഞ ഭക്തിയോടെ കാണാനുള്ള കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരവസരം കിട്ടി. അങ്ങനെ ഏതാണ്ട് 45 മിനിറ്റ് നീണ്ടുനിന്ന കുർബാനയ്ക്കൊടുവിൽ വൈദികൻ്റെ ആശീർവാദവും ഒപ്പം കുർബാനയ്ക്കിടയിൽ ദിവ്യകാരുണ്യവും സ്വീകരിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ കുർബാനയ്ക്ക് ശേഷം അനുബന്ധമായിട്ടുള്ള മറ്റ് പ്രാർത്ഥനകളും ഗായക സംഘം നടത്തുകയുണ്ടായി. ഒപ്പം ഒക്ടോബർ മാസമായതിനാൽ കൊന്തയും ചൊല്ലി കുർബാനയും കൂടി പള്ളിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറി തിരിച്ച് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയും ചെയ്തു.